ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റ് മീഡിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്ലൂടൂത്ത് കൺട്രോൾ കാറാണ്. അപ്പോൾ ഏതൊരു ആൻഡ്രോയിഡ് ഫോൺ വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ മോട്ടറും കുറച്ച് വീലും മോട്ടോർ ഡ്രൈവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂളും അർഡിനൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്, ബാറ്ററിയൊക്കെ. ഇത് അടിപൊളിയാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അത്യാവശ്യം ചിലവുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വലിയ രീതിയിൽ കണക്ഷനൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കോഡും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ആർഡിനോ നാനോ ബോർഡ് വേണം. ഇത് വെച്ച് നമ്മൾ മുന്നേ 2 പ്രോജക്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, കാണണം എന്നുള്ളവർക്ക് കാണാം. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു മോട്ടർ ഡ്രൈവ് വേണം. അപ്പോൾ L298 എന്ന് പറയുന്നൊരു മോട്ടർ ഡ്രൈവാണിത്. അപ്പോൾ ഈ മോട്ടർ ആണ് ഈ മോട്ടർ ഡ്രൈവാണ് എല്ലാ മോട്ടറിനെയും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ മോട്ടർ ഡ്രൈവ് കൊണ്ട് നമുക്ക് ഒരേ സമയം 2 മോട്ടർ വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തതായിട്ട് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് വേണ്ടത്. HC06 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് വേണ്ടത്. അപ്പോൾ 05 ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ 05 ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഗിയർ മോട്ടർ വേണം. അപ്പോൾ സിംഗിൾ ഷാഫ്റ്റ് ഉള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഷാഫ്റ്റ് ഉള്ളതാണ് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ 4 ഗിയർ മോട്ടർ വേണം. പിന്നെ അതേപോലെ തന്നെ ഗിയർ മോട്ടറിൻ്റെ ഷാഫ്റ്റിലിടാൻ പാകത്തിന് വീല് വേണം. അപ്പോൾ ഇത് 4 എണ്ണം വേണം. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പെയർ വാങ്ങുമ്പോൾ നമുക്ക് ഇടാൻ സുഖമായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ഒരു ബാറ്ററി കേസ് വേണം. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററീൻ്റെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാറ്ററി കേസിൽ 2 ജമ്പർ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 2 ലിഥിയം അയൺ ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാറ്ററി കേസിൽ ജമ്പർ വയർ കണക്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആർഡിനോ നാനോയിലേക്കും മോട്ടോർ ഡ്രൈവിലേക്കും സെയിം രീതിയിൽ പവർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ജമ്പർ വയർ വേണം. ജമ്പർ വയർ ഇല്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഫീമെയിൽ ഹെഡ് സോക്കറ്റിനോ ഹെഡ് പിന്ന് ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് സോൾഡർ ചെയ്ത് വെക്കണം. മറ്റേത് നമുക്ക് സിമ്പിളായി കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ PVC ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഈ PVC ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്ടർ പമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് കാണാം. അപ്പം നമുക്ക് ഈ ഗിയർ മോട്ടറൊക്കെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നേ ഒന്ന് സോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ 2 റെഡും ബ്ലാക്കും വയർ വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ ഒരേപോലെ മോട്ടർ സോൾഡർ ചെയ്യാനായിട്ട് നോക്കുക. അതായത് നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സോൾഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരേപോലെ എല്ലാം സോൾഡർ ചെയ്യാൻ നോക്കുക. ഇതൊക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് ഒട്ടിക്കണം. അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിക്കുക. അപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സ് കിക്കോ അങ്ങനെ എന്തെങ്കിലും ഗം വെച്ച് വേണമെങ്കിൽ ഒട്ടിക്കാം. അല്ലെങ്കിൽ ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ്. ഗ്ലൂ വെച്ച് അത്യാവശ്യം ഗ്ലൂ നല്ലോണം ഹീറ്റായിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇത് ഉണങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷാഫ്റ്റിലേക്ക് വീല് കയറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മളിപ്പോൾ 2 ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വയർ അതിൽ കൂടെ കയറ്റിയിടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഹോൾസ് ഇടുക. അപ്പോൾ വയറൊക്കെ ഒന്ന് കയറ്റി വെക്കണം. ഇതിൻ്റെ മോട്ടോർ ഡ്രൈവ് നമുക്ക് ഏതെങ്കിലും അറ്റത്തായി വെച്ച് മോട്ടോർ ഡ്രൈവിലേക്കാണ് ഈ കണക്ഷനൊക്കെ പോവുക. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി എവിടെയെങ്കിലും ഒന്ന് ഓട്ടോ ഇളക്കി അതേപോലെ എന്നിട്ട് 4 മോട്ടറിൻ്റെയും വയർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു വയർ വിട്ടു പോയിട്ടുണ്ട് ഒരു മോട്ടറിൻ്റെ. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മുടെ മോട്ടോർ ഡ്രൈവ് എടുക്കുക. മോട്ടോർ ഡ്രൈവ് എവിടെയെങ്കിലായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. അതിനായിട്ട് ശേഷം ഗ്ലൂവോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് അടിയിലൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പറിച്ച് കളഞ്ഞിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുക. നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഒട്ടിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മോട്ടോർ ഡ്രൈവിൻ്റെ 2 അറ്റത്തും ഈ 2 പിന്നെ നിങ്ങൾക്ക് കാണാം. അവിടെ മോട്ടർ 1 അപ്പോൾ 1 2 3 എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ. അപ്പോൾ അതിലേക്ക് ബ്ലാക്കും റെഡും ഒന്ന് പിരിച്ച് വെച്ചിട്ടൊന്ന് കയറ്റി വെക്കുക. അപ്പോൾ 2 മോട്ടറിൻ്റെയും ബ്ലാക്കും 2 മോട്ടറിൻ്റെയും
റെഡും എടുത്ത് ഇതേപോലെ ഒരു കണക്ഷൻ ആക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വിചാരിക്കേണ്ട, അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരേ സമയം 2 മോട്ടർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 4 മോട്ടറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മോട്ടർ ഡ്രൈവിന് അത് 2 മോട്ടർ കൺട്രോൾ ചെയ്യുന്ന പോലെ ആയിരിക്കും ആവുക. നമ്മൾ ഒരു ഷാഫ്റ്റിലേക്ക് ഈ 2 മോട്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കൊടുക്കുക. അടുത്തായിട്ട് നമ്മളെ ബാറ്ററീൻ്റെ കേസ് അവിടെ നിന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കുക, എനിക്ക് ഒട്ടിക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ ഞാനിത് കുറേ പ്രാവശ്യം വോൾട്ടേജൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററീൻ്റെ അവിടെ ലേശം പെയിൻറ്റൊക്കെ പോയിരുന്നു. പെയിൻ്റ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ അവിടെ നിന്ന് ഇളകിപ്പോവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രൂ അവിടെ കറക്റ്റായി സെറ്റായില്ലെങ്കിൽ അവിടെ തട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രൂ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒട്ടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റാണ് നോക്കും പറഞ്ഞ്. നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി അവിടെ ലേശം ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ അവിടെ നിന്ന് ഇളകി പോകുന്നതായിരിക്കും. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളും ആർഡിനോ നാനോ ബോർഡും എടുക്കുക. അപ്പോൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ നമുക്ക് എല്ലാ പിന്നും ആവശ്യമില്ല. അതായത് RX TX ഗ്രൗണ്ട് +5 വോൾട്ടുമാണ് വേണ്ടത്. ചിലതിൽ +5 വോൾട്ടിൻ്റെ പകരം VCC എന്നായിരിക്കും വരിക. അപ്പോൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ HC6 അങ്ങനെയാണ് അതൊന്ന് വരിക. അപ്പോൾ ACC എന്നായിരിക്കും വരിക. പിന്നെ നമ്മൾ RX എടുത്തിട്ട് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ TXലേക്ക് കണക്ട് ചെയ്യാം. TX എടുത്തിട്ട് RXലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മുടെ ആർഡിനോ നാനോ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. അതവിടെ നോക്കി ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഗ്രൗണ്ട് എടുത്ത് ഗ്രൗണ്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. +5 വോൾട്ട് എടുത്തിട്ട് 5 വോൾട്ട് നമ്മുടെ ആർഡിനോ നാനോ ബോർഡിൻ്റെ 5 വോൾട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ RXും TXും മാറ്റി വേണം കണക്ട് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ RX എടുത്ത് ആർഡിനോ നാനോയുടെ TXലേക്കും TX എടുത്ത് RXലേക്കും അങ്ങനെ വേണം കണക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ആർഡിനോ ഒന്ന് പ്രോഗ്രാം ചെയ്യണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ OTG കേബിളും അതേപോലെ തന്നെ നമ്മുടെ ആർഡിനോൻ്റെ ആ കേബിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഴയ 2 ആർഡിനോൻ്റെ 2 പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നുള്ളവർക്ക് കോഡ് വേണമെന്നുള്ളവർക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് OTG കേബിൾ വഴി കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആർഡിനോ നാനോയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റ് ആവുന്ന കാണാം. ഇനി അടുത്തായിട്ട് നമുക്ക് ആർഡിനോ ഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ച കോഡ് ഇതാണ്. ഇതൊന്ന് കമ്പൈൽ ചെയ്യാം. അപ്പോൾ കമ്പൈൽ ചെയ്താലേ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പൈലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് എന്ന് അവിടെ വന്നു. ഇനി നമുക്ക് ഇതൊന്ന് കയറ്റാം. അപ്പോൾ അപ്ലോഡ് ആക്കാം. അപ്പോൾ അപ്ലോഡ് ഫിനിഷ് വന്നു. സ്കെച്ച് അപ്ലോഡ് വന്നു. അപ്പോൾ ഇതിൽ കോഡ് കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ മോട്ടോർ ഡ്രൈവിൻ്റെ കണക്ഷനാണ്. അപ്പം മോട്ടോർ ഡ്രൈവിലേക്ക് നമുക്ക് ജമ്പർ വയർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മോട്ടോർ ഡ്രൈവിൻ്റെ 2 അറ്റത്തായിട്ട് 2 പിന്നുകൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഊരി മാറ്റുക. എന്നാലേ നമുക്ക് 2 വയർ അവിടെ നിന്ന് കിട്ടുള്ളൂ. അതായത് ENBയും ENA എന്ന് പറയുന്നൊരു പിന്ന്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് മോട്ടോർ ഡ്രൈവ് ആയിട്ടുള്ള കണക്ഷനാണ്. മോട്ടോർ ഡ്രൈവ് ആർഡിനോ നാനോ ആയിട്ടുള്ള കണക്ഷൻ. അപ്പം നമ്മുടെ മോട്ടോർ ഡ്രൈവിൽ ENBയും അതേപോലെ തന്നെ ENAയും ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിലും 2 ക്ലിപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അത് 2 ഊരി മാറ്റുക. അപ്പോൾ നമ്മളെ ആർഡിനോ നാനോൻ്റെ D3 മുതൽ D8 വരെയുള്ള പിന്നുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ D3 എടുത്തിട്ട് D2ഉം പിന്നെ D4 D1ഉം പിന്നെ D5 എടുത്ത് ENAയും. അപ്പോൾ ഈ സ്ക്രീനിൽ കാട്ടുന്നതൊന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആർഡിനോ നാനോ ഒന്ന് അവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് ബാറ്ററി കണക്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാറ്ററി കണക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മോട്ടോർ ഡ്രൈവിലേക്കും കണക്ഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ആർഡിനോ നാനോയിലും കണക്ഷൻ കൊടുക്കണം. സെയിമായിട്ട് 2 സ്ഥലത്തേക്കും കണക്ഷൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാറ്ററി കേസ് ഉണ്ട്. അപ്പോൾ ബാറ്ററി കേസിൽ ഞാൻ ജമ്പർ വയറും 2 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജമ്പർ വയർ നമ്മുടെ ആർഡിനോ നാനോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയും സാധാ വയർ നമ്മുടെ മോട്ടോർ ഡ്രൈവിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ മോട്ടോർ ഡ്രൈവ് എടുത്തിട്ട് മോട്ടോർ ഡ്രൈവിലേക്ക് നമ്മൾ 12 വോൾട്ടും 5 വോൾട്ടും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ 12 വോൾട്ട് പിന്നിലേക്ക് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും നോക്കി കണക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിൽ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 12 വോൾട്ട് എന്ന് എഴുതി അവിടെ നെഗറ്റീവും കണക്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് ഗ്രൗണ്ട് ഉണ്ടാവും, അതിൽ പോസിറ്റീവും കണക്ട് ചെയ്യുക. ഇനി നമ്മുടെ ആർഡിനോ നാനോയിലായിരിക്കും. അപ്പോൾ ആർഡിനോ നാനോയിൽ നമ്മുടെ ജമ്പർ വയർ നമ്മുടെ ബാറ്ററി കേസിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കേസിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് 2 വയർ വലിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഭാഗം എടുത്തിട്ട് നമ്മൾ നേരെ വിന്നിലേക്കും പോസിറ്റീവ് ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ കണക്ഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആർഡിനോ നാനോയിൽ കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാർക്ക് വേണ്ട നോക്കുക. മാറിപ്പോയാൽ നമ്മുടെ ആർഡിനോ നാനോ ഷേഡായി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആർഡിനോ നാനോ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫിക്സ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മോട്ടോർ ഡ്രൈവിലേക്കും ആർഡിനോ നാനോയിലേക്കും പോകുന്ന കണക്ഷൻ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്വിച്ച് ഫിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്ററി കേസ് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3.7 വോൾട്ടുള്ള 2 ലിഥിയം അയൺ ബാറ്ററി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് AA ബാറ്ററി ആണെങ്കിൽ കുറച്ച് ബാറ്ററി അധികം വേണ്ടി വരും. അപ്പോൾ അത് ചിലവാണ്. അപ്പോൾ ഇതാകുമ്പോൾ റീചാർജ് ചെയ്യുകയും ചെയ്യുക, 2 ബാറ്ററിയും മതി. അപ്പോൾ ഇത് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് നോക്കാം. അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നോക്കി ഒന്ന് ഇടുക. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ലൈറ്റ് എത്തുന്ന കാണാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലൊരു ആപ്ലിക്കേഷൻ വേണം. അതായത് ബ്ലൂടൂത്ത് RC കൺട്രോളർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബ്ലൂടൂത്ത് ആദ്യമായിട്ട് നിങ്ങൾ ഈ മൊബൈലിൽ കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കി കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അവരൊരു പാസ്വേഡ് ചോദിക്കും. അതിൽ തന്നെ അവർ വരുന്നതായിരിക്കും 1 2 3 എന്ന് അടിക്കാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ബ്ലൂടൂത്തുമായിട്ടൊന്ന് പെയർ ചെയ്യുക. എന്നാലേ ഇത് ആദ്യം ഒന്ന് വർക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വെറുതെ ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം HC05 എന്ന്. അപ്പോൾ 06 എടുക്കുകയാണെങ്കിൽ അവിടെ 06 എന്ന് വരും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് അവിടെ സെറ്റിങ്ങിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അതിൽ നിൽക്കുക, കണക്ട് ടു കാർന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് HC06 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തി. അതേപോലെ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ അവിടെ ബ്ലിങ്കിങ് നിൽക്കുന്നതായിരിക്കും. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. എനിക്ക് കാണാം ഫ്രണ്ട് നിൽക്കുമ്പോൾ ഫ്രണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതിൽ കുറേ ഇതൊക്കെ ഉണ്ട്, സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആപ്ലിക്കേഷനിൽ. അതായത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രണ്ട് ലൈറ്റ്, ബാക്ക് ലൈറ്റ്, ഹോൺ, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാട്ടുന്നതായിരിക്കും. അപ്പോൾ ഹെഡ് ലൈറ്റും ലൈറ്റൊക്കെ വെച്ച് ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിത് അടിപൊളിയായി വർക്കാവുന്നത് കാണാം. ഇപ്പോൾ ഫ്രണ്ടും റൈറ്റും ലെഫ്റ്റും എല്ലാ രീതിയിലും തിരിയുന്നൊക്കെ ഉണ്ട്. Every time we say goodbye, they all see that it's a lie. 'Cause we always give it one last try. Yeah, you've watched me break 1,000 times. Now I'm all alone, 'cause you never show. You say you will, but then you don't. That's how it goes. Don't wanna know. I'm turning off my mind so I get by. I just wanna be happy, happy tonight. In the morning, I'ma leave without giving a warning. I'ma leave without giving a. But every time we say goodbye, we all know that it's a lie. Now I'm all alone, 'cause you never show. You say you will, but then you don't. That's how it goes.
I just wanna be happy. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിലിട്ട് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇത് മാക്സിമം ഒരു 2 ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുക, ഒന്ന് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കുന്ന 4 ഗിയർ മോട്ടറാണ്. അപ്പം നിങ്ങൾക്ക് ഇത് 2 ഗിയർ മോട്ടർ യൂസ് ചെയ്തും ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.